ദേശീയ മാധ്യമമായിട്ടുള്ള ഇന്ത്യ ടുഡേ, ഹൗ ഇന്ത്യ ലീവ്സ്, ഗാർഡൻസ് ഇൻ്റർനാഷണൽ എന്നീ സംഘടനകളുമായി ചേർന്ന് ഒരു സർവേ നടത്തി. ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് അവർ ആ സർവേ നടത്തിയത്. 21 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 98 ജില്ലകളായിട്ടാണ് അവർ സാമ്പിൾ പരിശോധിച്ചത്. അതിൽ ഈ സർവേയിൽ പങ്കെടുത്തതിൽ 54.4% ആളുകൾ നഗരപ്രദേശത്തും 45.6% ആളുകൾ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുമാണ്. 4 വിഷയങ്ങളിലായിട്ട് 30 ചോദ്യങ്ങളാണ് ഈ സർവേയിൽ ചോദിച്ചത്. ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയറിനെ കുറിച്ചാണ് സർവേ. അത് സിവിക് ബിഹേവിയർ, പിന്നെ പൊതുനിയമങ്ങൾ പാലിക്കൽ, പൊതുസുരക്ഷ, ലിംഗമനോഭാവം, ജെൻഡർ റോളുകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, അങ്ങനെ ഏകദേശം 30 ചോദ്യമാണ് ഈ സർവേയുടെ ഭാഗമായിട്ട് 4 വിശാല വിഷയങ്ങളാണ് ചോദിച്ചത്. ഈ സർവേയിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഒരു ദേശീയ മാധ്യമവും ഒരു അന്താരാഷ്ട്ര സംഘടനയും കൂടി നടത്തിയ സർവേയിൽ കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ എന്നാണ് സർവേ എന്ന് പറയുമ്പോഴത്തേക്കും പൊതുസുരക്ഷ, ജെൻഡർ ആറ്റിറ്റ്യൂഡ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളാണ്. അത് പറയുന്ന പ്രകാരം പൗരപെരുമാറ്റം, സുരക്ഷ, ലിംഗമനോഭാവം, വൈവിധ്യം, വിവേചനം തുടങ്ങിയ വിവിധ സാമൂഹ്യ സൂചകങ്ങളിൽ സോഷ്യൽ ഇൻഡെക്സിനകത്ത് കേരളം ഒന്നാമതെത്തിയിരിക്കുകയാണ്. തമിഴ്നാട്, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളാണ് തൊട്ടുപുറയിലുള്ളത്. ഉത്തർപ്രദേശും പഞ്ചാബുമാണ് ഏറ്റവും അവസാനമുള്ളത്. BJP ഭരിക്കുന്ന ഉത്തർപ്രദേശാണ് ഈ ഇൻഡെക്സിനകത്ത് അവസാനമുള്ളത്. ലിംഗമനോഭാവം നോക്കുമ്പോഴത്തേക്കും സർവേയിൽ കേരളമാണ് ഒന്നാമതെത്തിയത്. ഉത്തർപ്രദേശാണ് ഏറ്റവും അവസാനം എത്തിയിട്ടുള്ളത്. ഉത്തരാഖണ്ഡ്, തമിഴ്നാട്, ഹിമാചൽ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങൾ യഥാക്രമം ആദ്യ 5 സ്ഥാനങ്ങളിൽ വരുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരേപോലെ വിദ്യാഭ്യാസം, സ്വന്തം സംസ്ഥാനത്തിന് പുറത്തുപോയി ജോലി ചെയ്യുക എന്നീ കാര്യങ്ങളാണ് സർവേ നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, പൊതുസുരക്ഷയ്ക്കകത്തും കേരളമാണ് ഒന്നാമതുള്ളത്. 2ാം സ്ഥാനത്ത് ഹിമാചൽ പ്രദേശും, 3ാമത് ഒഡീഷയുമാണ്. ഏറ്റവും നല്ല പെരുമാറ്റമുള്ള സംസ്ഥാനം തമിഴ്നാടും ഏറ്റവും മോശം പെരുമാറ്റമുള്ള സംസ്ഥാനം കർണാടകയാണെന്നും സർവേ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല, വൈവിധ്യവും വിവേചനവും, മതസൗഹാർദ്ദത്തിന് പ്രശസ്തമാണ് കേരളം. മതപരവും ജാതിപരവുമായ വിവേചനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇന്നും ഒരു പ്രധാന പ്രശ്നമാകുമ്പോൾ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. മാത്രമല്ല, തങ്ങളുടെ പ്രദേശത്തെ മതപരമായ വൈവിധ്യം, ജോലി നിയമനത്തിലെ മതപരമായ വിവേചനം, മതത്തെ അടിസ്ഥാനമാക്കി വിവേചനം കാണിക്കാനുള്ള തൊഴിലുടമയുടെ അവകാശം എന്നീ കാര്യങ്ങളെ കേരളം ഏറ്റവും എതിർക്കുന്നുവെന്നും ഇന്ത്യ ടുഡേ സർവേ കാണിക്കുന്നുണ്ട്. ഈ പട്ടികയിൽ മധ്യപ്രദേശാണ്, BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന മധ്യപ്രദേശാണ് ഏറ്റവും അവസാനമായി വന്നിരുന്നത്. മാത്രമല്ല, സിവിക് ബിഹേവിയറാണ് തമിഴ്നാട് ഒന്നാമതെത്തിയിട്ടുള്ളത്. അതിലും കേരളം തന്നെ ഉണ്ട്. പക്ഷേ മൊത്തം പരിശോധിക്കുമ്പോഴത്തേക്കും കേരളമാണ് 1ാം സ്ഥാനത്ത് വന്നിട്ടുള്ളത്. ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ ഇന്ത്യയിലെ സാമൂഹ്യ സൂചകങ്ങളെക്കുറിച്ചുള്ള സർവേയാണ്. അത് ഒരു ദേശീയ മാധ്യമവും ഒരു അന്താരാഷ്ട്ര സംഘടനയും കൂടി ചേർന്നാണ് നടത്തിയിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഏറ്റവും മികച്ച സാമൂഹ്യ സൂചകങ്ങളുള്ള സംസ്ഥാനം കേരളമാണ്. ജീവിക്കാൻ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണെന്ന് വ്യക്തമായിട്ട് ഈ സർവേക്കകത്ത് അവർ പറഞ്ഞിരിക്കുകയാണ്. കേരളമാണ് ഒന്നാമതായിട്ടുള്ള ജനങ്ങൾക്ക് മറ്റ് ജനങ്ങളോടുള്ള അവരുടെ നിലപാടുകൾ, മാത്രമല്ല മതസൗഹാർദ്ദം, പിന്നെ ജാതിപരമായ വിവേചനം, അങ്ങനെ ഒരുപാട് സോഷ്യൽ ഇൻഡെക്സുകളാണ് അവർ സർവേ നടത്തിയത്. ആ സർവേയുടെ അടിസ്ഥാനത്തിലാണ് വ്യക്തമായിട്ട് ഇപ്പോൾ ദേശീയ മാധ്യമം പറഞ്ഞിട്ടുള്ളത്. ജീവിക്കാൻ ഏറ്റവും മികച്ച സംസ്ഥാനം കേരളമാണ്. ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയറിൽ കേരളം 1ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മുടെ സംസ്ഥാനം ആർജിച്ചിട്ടുള്ള വലിയ നേട്ടമാണിത്. അതിന് ഒരു ദേശീയ മാധ്യമവും ഒരു അന്താരാഷ്ട്ര സംഘടനയും ഇപ്പോൾ സർവേ നടത്തി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. സുപ്രധാനമായ നേട്ടമാണ്. നമ്മുടെ സംസ്ഥാനം വളരെ മോശമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പലരും നമ്മുടെ സംസ്ഥാനത്ത് തന്നെയുണ്ട്. അവർ കാണേണ്ട കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ഉത്തരേന്ത്യ സംസ്ഥാനങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിലാണ്. നമ്മൾ എന്നാലും ഒരുപാട് കാര്യത്തിൽ പുറകിലാണ്. നമ്മൾ മോശം സംസ്ഥാനമാണ് കേരളം എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം പലരും നടത്തുന്നുണ്ട്. അത് പ്രതിപക്ഷത്തുണ്ട്. പിന്നെ 2016 മുതൽ 2021 വരെ ഒരു MLA മാത്രം ഉണ്ടായിരുന്നു. ദേശീയ പാർട്ടിയും അതിൽ ഭാഗവാക്കാണ്. അങ്ങനെ നോക്കുന്നവരുടെ മുന്നിലേക്കാണ് ഈ സർവേ ഇപ്പോൾ വന്നിട്ടുള്ളത്.